100 രൂപയ്ക്ക് എടുത്ത് നെയ്വെക്കാതെ രാവിലെ നമുക്ക് പള്ളിയിൽ പോകണം. എനിക്ക് ഇന്ന് സൺഡേ ക്ലാസ് ഉണ്ട്. അവർക്ക് ഇന്ന് കാഴ്ചവെപ്പ് എന്തുവാ സൺഡേ ക്ലാസ് ടീച്ചർമാരുടെ. അപ്പം ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ 8 മണിയായി. 8:30 ഞാൻ പള്ളിയിൽ പോകാം. അങ്ങനെ കുറച്ച് പണിയുണ്ടായിരുന്നു. തൂക്കലായിരുന്നു. എന്നിട്ടെന്ത് ഇല വീണ് കിടക്കുന്നുണ്ടോ? ഇപ്പോൾ തൂത്ത് മാറിയതേ ഉള്ളൂ. അതിനകത്തും തൂത്ത് ആ ചവറ മൊത്തം കിടക്കുന്നത്. എവിടെ ലിബി ഹറി നിന്നോട് വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതി എന്നല്ല പറഞ്ഞാൽ. ഇത് പൊക്കിക്കേ. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ. പിന്നെ ഇത് വെള്ളരിയാണോ? പിന്നെ വെള്ളരി ഉണ്ട് നമുക്ക്. സാധാരണ ഞങ്ങൾ ഇറച്ചി കുറച്ചേ മേടിക്കത്തുള്ളൂ. അതുപോലെ ഞാനൊന്ന് കുറച്ച് ഇറച്ചി മേടിച്ചത്. പക്ഷേ തികഞ്ഞില്ല. നല്ല ഇറച്ചിയായിരുന്നു. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വലിച്ചു വരുത്തിയിരുന്നു. സോ ഇറച്ചി ഇനിയും വാങ്ങിക്കാനായിട്ട് പോവുക. നന്നായിട്ടുണ്ടാക്കില്ലേ. ഇതൊരു കടയായിരുന്നു. പക്ഷെ ഇവിടെ അടച്ചിട്ടിരിക്കുക. പുന്നപ്രയിലും അടച്ചിട്ടിരിക്കുക. ഇനിയുള്ള അപ്പുറത്തൊരെണ്ണം ഉണ്ട്. അവിടെ പോയി നോക്കാം. അയ്യോ, കുറച്ചേ ഇറച്ചി വാങ്ങിക്കത്തുള്ളായിരുന്നു വീട്ടിൽ. പക്ഷേ ഇന്ന് ഇറച്ചി തികഞ്ഞില്ല. അപ്പോൾ വീണ്ടും ഇറച്ചി വാങ്ങിക്കാനായിട്ട് വന്നു. പക്ഷേ എങ്ങനെ ഇറച്ചി കിട്ടിയില്ല. കടയെല്ലാം അടച്ചിട്ട് 3 കട ഉണ്ടായിരുന്നു വരുന്ന വഴി. ആ 3 കടയും ഞായറാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു അടച്ചിട്ട്. ഇറച്ചി നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം വാങ്ങിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഇതും കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇവിടെ വളഞ്ഞ വഴിയിലൊരു കടയുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വിചാരിച്ചു ഇവിടെയെങ്കിലും തുറക്കുന്നു. ഇവിടെ തുറന്നിട്ടില്ല. ഞായറാഴ്ചയാണ്. തുറക്കേ. കിട്ടിയില്ല. അല്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. സാധാരണ തുറക്കണ്ടല്ലേ. ഞായറാഴ്ച തുറന്നിട്ടില്ല. ഞാൻ തപ്പിപ്പോയത്. അവള് തപ്പിയെടുത്തുണ്ടത്. എന്താ അവള് കറക്റ്റായിട്ട് തപ്പിയെടുത്തുണ്ട്. ഇത് മിഠായി. ഇതല്ല. ഞാൻ പിന്നെ സാമ്പാറിൻ്റെ ഇത് മേടിച്ചു. സാമ്പാറിൻ്റെ കഷ്ണം. മഴക്കാറുണ്ട്. ഇവിടെ വെയില. ഇപ്പുറത്ത് വെയിലും. ഞങ്ങളിങ്ങോട്ട് കടപ്പുറത്തോട്ട് വന്ന് ഇവിടെ വാഴയൊക്കെ പിടിച്ച്. ഇത് വാഴ ലിബിയെ വാഴ പിടിച്ചുണ്ടോ? വാഴ അവിടെയും 2 എണ്ണം, ഇവിടെ 2 എണ്ണം. ഇവിടെ കൊക്കൊക്കെ ഇരുന്ന് ചെമ്മീൻ്റെ തോട് തിന്നു. ഞാൻ ലിബിയുടെ ഫോൺ കൊടുത്തു വിടുക. മഴയുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടെ നിൽക്കാൻ പോകും. ഞാൻ ജസ്റ്റ്